ഗൾഫ് നാടുകളിലെ ഗതാഗത മേഖലയിൽ നിർണായകമാകും എന്നു കരുതുന്ന റെയിൽപാതയാണ് ഇത്തിഹാദ് റെയിൽ. UAE-യുടെ ദേശീയ റെയിൽ ശൃംഖല. എന്നാൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുക എന്നാണെന്ന് ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. UAE-യിലെ 11 നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന റെയിൽ ശൃംഖലയിലെ ചരക്ക് നീക്കം കഴിഞ്ഞ വർഷം തന്നെ പൂർണ്ണതോതിൽ നടപ്പിലാക്കിയിരുന്നു. ഇപ്പോഴിതാ ഇത്തിഹാദ് റെയിലിൻ്റെ ആദ്യ പാസഞ്ചർ റെയിൽവേ സ്റ്റേഷനുകളുടെ വിവരങ്ങളാണ് അധികൃതർ പുറത്തുവിടുന്നത്. അബുദാബി, ദുബായ്, ഫുജൈറ എമിറേറ്റുകളിൽ 3 സ്റ്റേഷനുകളാണ് ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുക. ഇത്തിഹാദ് റെയിലിൻ്റെ നിർമ്മാണം തുടങ്ങി വർഷങ്ങളായെങ്കിലും ഇതാദ്യമായാണ് പാസഞ്ചർ സ്റ്റേഷനുകളുടെ വിവരം പുറത്തുവിടുന്നത്. അബുദാബിയിൽ മുസഫ വ്യവസായ മേഖലയ്ക്കും മുഹമ്മദ് ബിൻ സായിദ് സിറ്റിക്കും മധ്യേ ഡൽമ മാളിനും മുസഫ ബസ് സ്റ്റേഷനും ഫീനിക്സ് ആശുപത്രിക്കും സമീപത്തായിരിക്കും സ്റ്റേഷൻ. ദുബായ് റെഡ് ലൈനിലെ ഗോൾഫ് എക്സ്ട്രേറ്റ് മെട്രോ സ്റ്റേഷന് സമീപത്തും ഫുജൈറയിൽ അൽ ഹിലാൽ സ്ട്രീറ്റിലുമാണ് പാസഞ്ചർ സ്റ്റേഷൻ പണിയുക. ഷാർജയിൽ യൂണിവേഴ്സിറ്റിക്കടുത്ത് എമിറേറ്റിലെ സുപ്രധാന സ്റ്റേഷൻ നിർമ്മിക്കാനും ആലോചിക്കുന്നുണ്ട്. ഇതിനു പുറമെ ഒട്ടേറെ ചെറിയ സ്റ്റേഷനുകളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഫുജൈറ സ്റ്റേഷൻ നിലവിലെ ട്രാക്കിൽ തന്നെ നിർമ്മിക്കുമ്പോൾ ദുബായ്, അബുദാബി സ്റ്റേഷനുകൾ ട്രാക്കിന് സമീപത്തായി നിർമ്മിച്ച് ബന്ധിപ്പിക്കും. ദുബായ് ഇൻവെസ്റ്റ്മെൻറ്റ് പാർക്കിന് എതിർവശത്തുള്ള അൽ യലായിസ് സ്ട്രീറ്റിൽ ജബലലി തുറമുഖത്തേക്കുള്ള പാതയിലായിരിക്കും സ്റ്റേഷൻ. ഇത് ദുബായ് മെട്രോ റെഡ് ലൈനുമായും ബന്ധിപ്പിക്കും. ഇതോടെ മെട്രോ യാത്രക്കാർക്ക് വിവിധ എമിറേറ്റുകളിലേക്ക് യാത്രയും എളുപ്പമാകും. അൽസില മുതൽ ഫുജൈറ വരെ 1200 കിലോമീറ്റർ നീളത്തിലുള്ളതാണ് ഇത്തിഹാദ് റെയിൽ. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിൽ ട്രെയിൻ ഓടും. ഒരു സമയം 400 പേർക്ക് യാത്ര ചെയ്യാനാകും. ചൈന റെയിൽവേ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിനാണ് നിർമ്മാണ ചുമതല. വൈഫൈ, വിനോദോപാധികൾ, ചാർജിംഗ് പോയിൻറ്റുകൾ, ഭക്ഷണപാനീയങ്ങൾ എന്നിവയെല്ലാം ഈ ട്രെയിനിൽ ലഭ്യമാകും. ഓരോ വാഗണുകളും കുടുംബാംഗങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കും മാത്രമല്ല ജോലി സംബന്ധമായ യാത്രകൾ ചെയ്യുന്നവർക്കും സൗകര്യപ്രദമാകും. അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് 50 മിനിറ്റാണ് യാത്രാ സമയം. ഫുജൈറയിലേക്ക് 100 മിനിറ്റിൽ എത്താനാകും. അതായത് കാർ യാത്രയ്ക്കെടുക്കുന്ന സമയത്തിൻ്റെ പകുതി സമയത്തിൽ ട്രെയിനിൽ എത്താം. 2009 ഇത്തിഹാദ് റെയിൽ ശൃംഖലയുടെ ആരംഭ പണികൾ തുടങ്ങിയത്. 2016 മുതൽ 264 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 2 ട്രാക്കുകൾ പ്രവർത്തനക്ഷമമായി. ഷാ, ഹബ്ഷാൻ എന്നിവിടങ്ങളിലെ ഗ്യാസ് ഫീൽഡുകളിൽ നിന്ന് റുവൈസിലെ കയറ്റുമതി കേന്ദ്രത്തിലേക്ക് ഗ്രാനേറ്റഡ് സൾഫർ കൊണ്ടുപോകാനാണ് പ്രധാനമായും സർവീസ് ആരംഭിച്ചത്. 22,000 ടൺ സൾഫർ വഹിക്കാൻ ശേഷിയുള്ള 2 ട്രെയിനുകൾ ദിവസേന രാജ്യത്തുടനീളം സർവീസ് നടത്തുന്നുണ്ട്. ഓരോ ട്രെയിനും 110 വാഗണുകളെ വഹിക്കാൻ ശേഷിയുള്ളതാണ്. പൂർത്തിയായാൽ UAE-യിലെ 7 എമിറേറ്റുകളെയും GCC-യിലെ 5 രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്നതാകും ഈ റെയിൽ ശൃംഖല. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള റെയിൽ പദ്ധതിയുടെ നിർമ്മാണ ഘട്ടത്തിലാണ്. 2022 സെപ്റ്റംബറിലാണ് ഒമാൻ റെയിലുമായി ഇത്തിഹാദ് റെയിൽ കരാറിൽ ഒപ്പുവെക്കുന്നത്. ഫുജൈറ തുറമുഖത്തു നിന്നും മുസഫ, ഖലീഫ പോർട്ട്, ജബൽ അലി പോർട്ട് എന്നിവ വഴി ഗുവൈഫാത്തിലേക്കാണ് ഇത്തിഹാദ് റെയിലിലൂടെ ട്രെയിൻ സഞ്ചരിക്കുന്നത്. ചരക്കു ഗതാഗതം ആരംഭിച്ചത് കഴിഞ്ഞ വർഷമാണ്. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 4500 കുതിരശക്തിയുള്ള ചരക്ക് ട്രെയിനിന് ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ മുതൽ നിർമ്മാണ സാമഗ്രികൾ വരെ കൊണ്ടുപോകാൻ കഴിയും. 1000-ലധികം വാഗണുകളുള്ള 38 ചരക്കു ട്രെയിനുകളാണ് സർവീസ് നടത്തുക. ഒരു വർഷം 60 ദശലക്ഷം ചരക്കു ഗതാഗതമാണ് ഇത്തിഹാദ് റെയിൽ വഴി നടക്കുന്നത്. UAE-യുടെ സാമ്പത്തിക മേഖലയ്ക്ക് 200 ബില്യൺ ദിർഹം വരവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി റോഡ് അറ്റകുറ്റപ്പണികളടക്കം 8 ബില്യൺ ദിർഹത്തിൻ്റെ ചെലവുകൾ കുറയ്ക്കുകയും ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ. ഒരു ട്രെയിൻ സർവീസിലൂടെ 600 ട്രക്കുകളുടെ യാത്ര ഒഴിവാക്കാൻ സാധിക്കും. അതുവഴി കാർബൺ ബഹിർഗമനം 70 മുതൽ 80% വരെ കുറയ്ക്കാനാകും. 2050 ആകുമ്പോഴേക്കും കാർബൺ ബഹിർഗമനം 21% കുറയ്ക്കുകയെന്നതും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്.